നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് LGS മാരത്തോൺ ഡേ 9 ആണ്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ 10K സബ്സ്ക്രൈബേഴ്സ് അടിച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. സപ്പോർട്ട് ചെയ്യുകയും സഹായിക്കുകയും ഷെയർ ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. നമുക്ക് സമയം കളയണ്ട. LGS മാരത്തോൺ ഡേ 9. LGS മാരത്തോൺ എന്താണെന്ന് അറിയാതെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് പറയാം. കേരള PSC LDC LGS ലെവൽ പരീക്ഷകൾക്ക് 25 തവണയിൽ കൂടുതൽ ആവർത്തിച്ച ചോദ്യങ്ങളും അവ പഠിക്കേണ്ട കുറുക്കു വഴികളുമാണ് നമ്മളിവിടെ പറയുന്നത്. നമുക്ക് ടൈം കളയേണ്ട, നമ്മുടെ ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം എത്രയാണ്? സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം എത്രയാണ്? വർഷം 1984. മറക്കരുത്, വർഷം എത്രയാണ്? 1984. PSC സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വർഷമാണ് 1984. കാരണം ഇന്ത്യയിൽ ഒത്തിരി പ്രധാനപ്പെട്ടുള്ള സംഭവങ്ങൾ നടന്നിട്ടുള്ളത് 1984. അതുകൊണ്ട് ഒത്തിരി തവണ ഈ ഒരു വർഷം റിപ്പീറ്റ് ആയി PSC ചോദിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയെന്ന് കൂടി നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ടതുണ്ട്. സമയം കളയേണ്ട, നമുക്ക് നോക്കാം. ഭോപ്പാൽ ദുരന്തം നടന്ന വർഷം 1984. ഭോപ്പാൽ ദുരന്തം നടന്ന വർഷം 1984. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 1984. ഇന്ത്യയിൽ ഫാമിലി കോർട്ട് ആരംഭിച്ച വർഷം 1984. ഇന്ത്യയിലെ ഫാമിലി കോർട്ട് ആരംഭിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1984. കാസർഗോഡ് ജില്ല നിലവിൽ വന്ന വർഷം 1984. കാസർഗോഡ് ജില്ല നിലവിൽ വന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1984. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട വർഷം 1984. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട വർഷം 1984. ഓപ്പറേഷൻ മെഹദൂദ് നടന്ന വർഷം 1984. ഓപ്പറേഷൻ മെഹദൂദ് എവിടെയാ സുഹൃത്തുക്കളെ നടന്നത്? സിയാച്ചിനിലാണ് നടന്നത് അല്ലെ? സിയാച്ചിനിലെ ഓപ്പറേഷൻ മെഹദൂദ് നടന്ന വർഷം 1984. തകഴി ശിവശങ്കര പിള്ളയ്ക്ക് ജ്ഞാനപീഠം കിട്ടിയ വർഷം 1984. PSC ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. തകഴി ശിവശങ്കര പിള്ളയ്ക്ക് ജ്ഞാനപീഠം കിട്ടിയ വർഷം 1984. കേരള ബിവറേജസ് കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം 1984. കേരള ബിവറേജസ് കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം 1984. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സുവർണക്ഷേത്രത്തിലെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്ന വർഷം 1984. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്ന വർഷം 1984. അതിനോടൊപ്പം പഠിക്കേണ്ട പോയിന്റ് ആണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ വർഷം 1984. ഒന്നുകൂടി പറയുവാണ്. ഭോപ്പാൽ ദുരന്തം നടന്ന വർഷം, സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം, ഇന്ത്യയിൽ ഫാമിലി കോർട്ട് ആരംഭിച്ച വർഷം, കാസർഗോഡ് ജില്ല നിലവിൽ വന്ന വർഷം, ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട വർഷം, ഓപ്പറേഷൻ മെഹദൂദ് സിയാച്ചിനിൽ നടന്ന വർഷം, തകഴി ശിവശങ്കര പിള്ളയ്ക്ക് ജ്ഞാനപീഠം കിട്ടിയ വർഷം, കേരള ബിവറേജസ് കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സുവർണക്ഷേത്രത്തിൽ നടന്ന വർഷം, അതുപോലെ രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ വർഷവും 1984. ഇവയെല്ലാം PSC പ്രീവിയസ് ആയി 20 തവണയിൽ കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ച് പഠിക്കുക. ഇനി ഇത്രയും പറഞ്ഞ പോയിന്റ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സിമ്പിൾ കോഡിനകത്ത് 1984 എല്ലാ സംഭവങ്ങളെ ഒതുക്കിയിട്ടുണ്ട്. സുഹൃത്തുക്കൾ ഈ ഒരു ഭാഗം വ്യക്തമായിട്ട് പഠിക്കുക. ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ കോഡ് എന്ന് പറയാം. BSF കാരനായ കിമ്മിന്റെ ടി ബോറാണ് എന്ന് പഠിക്കുക. BSF കാരനായ കിമ്മിന്റെ ടി ബോറാണ് എന്ന് പഠിക്കുക. BSFന്റെ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭോപ്പാല്, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലന്റ് വാലി ദേശീയോദ്യാനം, F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി കോർട്ട്. ഓക്കെയാണ്. BSFന്റെ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭോപ്പാല്, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലന്റ് വാലി ദേശീയ ഉദ്യാനം, F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി കോർട്ട്. ഇനി കിമ്മിന്റെ K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ല. കിമ്മിന്റെ K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ല നിലവിൽ വന്നു. അതുപോലെ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടു. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ മെഹദൂദ്. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ മെഹദൂദ്. ഇനി T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകഴി ശിവശങ്കര പിള്ളയ്ക്ക് ജ്ഞാനപീഠം കിട്ടി. T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകഴി ശിവശങ്കര പിള്ളയ്ക്ക് ജ്ഞാനപീഠം കിട്ടി. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിവറേജസ് കോർപ്പറേഷൻ നിലവിൽ വന്നു. എവിടത്തെയാണ്? കേരളത്തിലാണ് കേട്ടോ. കേരള ബിവറേജസ് കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം 1984. O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തി. ഒന്നുകൂടി കോഡ് പറയുവാണ്, ശ്രദ്ധിച്ചിരിക്കുന്ന സുഹൃത്തുക്കള്. BSF കാരനായ കിമ്മിന്റെ ടി ബോറാണ് എന്നങ്ങ് പഠിക്കുക. ഇതിൽ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭോപ്പാൽ ദുരന്തം, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലന്റ് വാലി ദേശീയോദ്യാനമായി
പ്രഖ്യാപിച്ചു. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി കോർട്ട്, അതുപോലെ കിമ്മിന്റെ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ല നിലവിൽ വന്നു. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട വർഷം, എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ മെഹദൂദ്, അതുപോലെ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകഴി ശിവശങ്കര പിള്ളയ്ക്ക് ജ്ഞാനപീഠം ലഭിക്കുന്നു. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിവറേജസ് കോർപ്പറേഷൻ നിലവിൽ വന്ന് എവിടത്തെയാണ്? കേരളത്തിലെ. അതുപോലെ ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ വർഷം. ഇത്രയും കൂടെ 1984 നടന്ന സംഭവങ്ങളായിട്ട് സുഹൃത്തുക്കൾ പഠിച്ചു വെക്കുക. ഈ ഒരു വർഷം വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് PSC ക്ക്, അതുകൊണ്ട് ഇത് വ്യക്തമായിട്ട് പഠിക്കുക. വൃദ്ധഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ ഗോദാവരി നദി. PSC 100-ൽ കൂടുതൽ തവണ ചോദിച്ച ചോദ്യമാണ്. വൃദ്ധഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി എന്ന് ചോദിച്ചാൽ ഗോദാവരി. ഗോദാവരിയുടെ ഉത്ഭവസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ നാസിക്കിലെ ത്രയംബകേശ്വർ കുന്നുകൾ. എവിടെയാണ്? നാസിക്കിലെ ത്രയംബകേശ്വർ കുന്നുകളാണ് ഗോദാവരിയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത്. ഈ ത്രയംബകേശ്വർ കുന്നുകൾ എവിടെയാ സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറക്കരുത്, നമ്മുടെ മഹാരാഷ്ട്രയിലാണ്. എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഗോദാവരിയുടെ നീളം എന്ന് പറയുന്നത് 1465 കിലോമീറ്റർ ആണ്. ഗോദാവരിയുടെ നീളം എത്രയാണ്? 1465 കിലോമീറ്റർ ആണ്. പഠിച്ചോളനെ, 50-ൽ കൂടുതൽ തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്, അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നതും ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി എന്നറിയപ്പെടുന്നതും ഗോദാവരി. എന്താണ്? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് ഗോദാവരി. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി എന്ന് ചോദിച്ചാൽ അതും ഗോദാവരിയാണ്. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഗോദാവരി. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. അതുപോലെ വൃദ്ധഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? ഗോദാവരിയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ആ പോയിന്റ്. ഇത്രയും ഭാഗം സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് ഗോദാവരിയുടെ പ്രധാന പോഷക നദികളെ പറ്റി. ഇതിൽ 2 പോഷക നദികൾ സ്ഥിരം PSCയുടെ പ്രീവിയസ് ചോദ്യമാണ്. നമുക്ക് സമയം കളയണ്ട, നോക്കാം. ഗോദാവരിയുടെ പ്രധാന പോഷക നദികളാണ് ശബരി, ഇന്ദ്രാവതി, മഞ്ചീര, പൂർണ, പ്രാണഹിത. മറക്കരുത്, ഗോദാവരിയുടെ പ്രധാന പോഷക നദികൾ ചോദിച്ചു കഴിഞ്ഞാൽ ശബരി, ഇന്ദ്രാവതി, മഞ്ചീര, പൂർണ, പ്രാണഹിത. ഒന്നുകൂടി പറയുവാണ്, ഗോദാവരിയുടെ പ്രധാന പോഷക നദികൾ ഏതാണ്? ശബരി, ഇന്ദ്രാവതി, മഞ്ചീര, പൂർണ, പ്രാണഹിത. ഇതിൽ ശബരിയും ഇന്ദ്രാവതിയും PSCയുടെ ഇഷ്ടപ്പെട്ട പോഷക നദികളാണ്. കാരണം ഇവർ രണ്ടും 50-ൽ കൂടുതൽ തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. ഗോദാവരിയുടെ പ്രധാന പോഷക നദികളിൽ ഇന്ദ്രാവതിയും ശബരിയും PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ശബരി ചോദിക്കുന്നതിനുള്ള പ്രധാന കാരണം നമ്മുടെ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഉള്ളത് കൊണ്ട് തന്നെ ശബരി നദി ഏത് നദിയുടെ പോഷക നദി എന്ന് ചോദിച്ചിട്ട് അതിന്റെ ഓപ്ഷനിൽ എപ്പോഴും കാണുന്നതാണ് പമ്പാ നദി. മറക്കരുത്, പമ്പാ നദിയുടെ പോഷക നദി അല്ല ശബരി നദി, ഗോദാവരി നദിയുടെ പോഷക നദിയാണ് ശബരി നദി എന്ന് ഓർക്കുക. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ കാണും. സുഹൃത്തുക്കളെ, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ടി ഒരു ഈസി കോഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. GSIM എടുത്തു PP എന്നങ്ങ് പഠിക്കുക. ഗോദാവരി നദിയുടെ പോഷക നദി ചോദിക്കുകയാണെങ്കിൽ അപ്പോഴേ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൈഡിൽ GSIM എടുത്തു PP എന്നങ്ങ് എഴുതി വെക്കുക. G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോദാവരി, സിമ്മിന്റെ S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരി നദി, I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രാവതി നദി, M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ചീര, P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ, അടുത്ത P എന്തെന്ന് ചോദിച്ചാൽ അത് പ്രാണഹിത. തീർന്നേ പരിപാടി. ഗോദാവരിയുടെ പ്രധാന പോഷക നദികൾ പഠിക്കാനുള്ള കോഡ് എന്താ സുഹൃത്തുക്കളെ? GSIM എടുത്തു PP എന്നങ്ങ് പഠിക്കുക. G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോദാവരി, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരി, I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രാവതി, M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ചീര, P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണ, അതുപോലെ മറ്റൊരു P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണഹിത. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണമാണ്. ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം എത്രയാ സുഹൃത്തുക്കളെ? 14 പണ്ട് കാലത്ത് ചോദിച്ചിരുന്നു, ഇപ്പോഴങ്ങനെ കാണാറില്ല. കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം ചോദിച്ചാൽ 14, കേരളത്തിലെ ജില്ലകളുടെ എണ്ണം ചോദിച്ചാൽ 14. ഓരോ ജില്ലയ്ക്കും ഓരോ പഞ്ചായത്ത് വെച്ചിട്ട് 14 ജില്ലാ പഞ്ചായത്ത് എവിടെയാണ്? കേരളത്തിനുണ്ട്. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? 152. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. ഇതാണിപ്പോ ചോദിച്ചത്. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. കേരളത്തിലെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം 87. കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം 77. റവന്യൂ ഡിവിഷൻസിന്റെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അത് 27. ഒന്നുകൂടി പറയുവാണ്, കേരളത്തിലെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം 87, കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം 77, കേരളത്തിന്റെ റവന്യൂ ഡിവിഷൻസിന്റെ എണ്ണം ചോദിച്ചാൽ അത് 27. ഇത് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ ഒരു ഐഡിയ പറഞ്ഞു തരാം, ഒരു കുഞ്ഞു കോഡ് പറഞ്ഞു തരാം. MCR മുണ്ടുണ്ടല്ലോ സുഹൃത്തുക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബ്രാൻഡ് അല്ലെ MCR എന്നുള്ള ബ്രാൻഡ്. ആ MCR മുണ്ടിന് 87 രൂപയ്ക്കും 77 രൂപയ്ക്കും അതുപോലെ തന്നെ
27 രൂപയ്ക്കും മുണ്ടുകൾ ഉണ്ടെന്ന് അങ്ങ് പഠിച്ചു വെക്കുക കേട്ടോ. എന്താണ് MCR മുണ്ടിന് 87 രൂപയ്ക്കും 77 രൂപയ്ക്കും അതുപോലെ തന്നെ 27 രൂപയ്ക്ക് മുണ്ടുകൾ ഉണ്ട് എന്നങ്ങ് പഠിച്ചു വെക്കുക. ഇങ്ങനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഒരിക്കലും മറക്കില്ല. കേരളത്തിലെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം 87, കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം 77, കേരളത്തിലെ റവന്യൂ ഡിവിഷൻസിന്റെ എണ്ണം ചോദിച്ചാൽ അത് 27, കേരളത്തിലെ കോർപ്പറേഷൻസിന്റെ എണ്ണം ചോദിച്ചാൽ അത് 6 എണ്ണമാണ്. കേരളത്തിലെ കോർപ്പറേഷന്റെ എണ്ണം ചോദിച്ചാൽ 6 എണ്ണമാണ്. പട്ടികജാതി മണ്ഡലങ്ങൾ 14. കേരളത്തിലെ പട്ടികജാതി മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാ സുഹൃത്തുക്കളെ? 14 ആണ്. ഏറ്റവും കൂടുതൽ പട്ടികജാതി മണ്ഡലങ്ങളുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് പാലക്കാട് ജില്ലയാണ്. മറക്കരുത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടികജാതി മണ്ഡലങ്ങളുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് പാലക്കാട് ജില്ലയാണ്. കേരളത്തിൽ പട്ടികവർഗ മണ്ഡലങ്ങൾ 2 എണ്ണം, സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും. മറക്കരുത്, നന്നായിട്ട് പഠിച്ചോളുക. പട്ടികവർഗ മണ്ഡലങ്ങൾ എത്ര എണ്ണം എന്ന് ചോദിച്ചാൽ അത് 2 എണ്ണമാണ്. സുൽത്താൻ ബത്തേരിയും മാനന്തവാടി എവിടെയാ സുഹൃത്തുക്കളെ സ്ഥിതി ചെയ്യുന്നത്? വയനാട്. എവിടെയാണ്? വയനാട് ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പഠിച്ചു വെച്ചിരിക്കുക. ലോകസഭാ മണ്ഡലങ്ങൾ 20. എത്രയുണ്ട് കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങൾ? 20 ലോകസഭാ മണ്ഡലങ്ങളുണ്ട്. അതുപോലെ തന്നെ ലോകസഭാ മണ്ഡലങ്ങളിൽ 2 എണ്ണം സംഭരണ മണ്ഡലങ്ങളാണ്. അത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആലത്തൂരും മാവേലിക്കരയും. മറക്കരുത്. പ്രധാനപ്പെട്ട 2 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് കേരളത്തിന്. ഒന്ന് ആലത്തൂരും മറ്റൊന്ന് മാവേലിക്കരയും. ഒന്ന് ആലത്തൂരും മറ്റൊന്ന് ഏതാണ്? മാവേലിക്കരയും. കേരളത്തിലെ രാജ്യസഭാ മണ്ഡലങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് 9 ആണ്. കേരളത്തിലെ രാജ്യസഭാ മണ്ഡലങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് 9 ആണ്. ഒന്നുകൂടി പറയുവാണ്, ശ്രദ്ധിച്ചിരിക്കുക. കുറെ നമ്പേഴ്സ് വരുന്ന ഭാഗമാണ് നമ്മൾ പറഞ്ഞത്, ശ്രദ്ധിച്ചിരിക്കുക. കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അത് 14 ആണ്. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152, ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941, മുനിസിപ്പാലിറ്റികൾ 87, താലൂക്കുകൾ 77, റവന്യൂ ഡിവിഷൻസ് ആണെങ്കിൽ അത് 27. ഇത് പഠിക്കാനായിട്ടുള്ള കോഡ് എന്തായിരുന്നു? MCR എന്ന് പറഞ്ഞ മുണ്ടുകളുണ്ട്. ആ മുണ്ടിന്റെ വില എങ്ങനെയൊക്കെയാണ്? 87 രൂപയ്ക്കുണ്ട്, 77 രൂപയ്ക്കുണ്ട്, അതുപോലെ 27 രൂപയ്ക്കുണ്ട്. അങ്ങ് പഠിച്ചു വെക്കുക. കോർപ്പറേഷന്റെ എണ്ണം ചോദിച്ചാൽ 6 എണ്ണം, പട്ടികജാതി മണ്ഡലങ്ങൾ ചോദിച്ചാൽ 14 എണ്ണം. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പട്ടികജാതി സംഭരണ മണ്ഡലങ്ങളുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് പാലക്കാട് ജില്ല. പട്ടികവർഗ സംഭരണ മണ്ഡലങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട് ജില്ലയിലാണ്. ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് 20. ലോക്സഭാ സംഭരണ മണ്ഡലങ്ങൾ എത്രയെന്ന് ചോദിച്ചാൽ അത് 2 എണ്ണമാണ്. അത് ആലത്തൂരും മാവേലിക്കരയുമാണ്. കേരളത്തിലെ ലോക്സഭാ സംഭരണ മണ്ഡലങ്ങൾ 2 എണ്ണമാണ്, ആലത്തൂരും മാവേലിക്കരയും. കേരളത്തിലെ രാജ്യസഭാ മണ്ഡലങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് 9 ആണ്. രാജ്യസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ് സുഹൃത്തുക്കളെ? 9 ആണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന പാളി ട്രോപ്പോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന പാളി എന്നറിയപ്പെടുന്നത് ട്രോപ്പോസ്ഫിയർ. കേരള PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നതും ട്രോപ്പോസ്ഫിയറിനെ പറ്റിയാണ്. അത് പഠിച്ചിട്ട് വേണം ബാക്കിയുള്ള ഏതായിരുന്നാലും പഠിക്കാൻ. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന പാളി എന്നറിയപ്പെടുന്നത് ട്രോപ്പോസ്ഫിയർ ആണ്. നാം അധിവസിക്കുന്ന ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. നാം അധിവസിക്കുന്ന ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ഭൂമിയുടെ പ്രതലത്തോട് ഏറ്റവും ചേർന്ന് കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ ആണ്. ഭൂമിയുടെ പ്രതലത്തോട് ഏറ്റവും ചേർന്ന് കാണപ്പെടുന്ന അന്തരീക്ഷ പാളി എന്ന് ചോദിച്ചാൽ അത് ട്രോപ്പോസ്ഫിയർ ആണ്. ഭൂമിയുടെ പ്രതലത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. അതുകൊണ്ടാണ് ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലായത്. മറക്കരുത്. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ. പഠിച്ചു വെച്ചോളെ. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ട്രോപ്പോസ്ഫിയർ. ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്നത് ട്രോപ്പോസ്ഫിയർ. ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന അന്തരീക്ഷ പാളി എന്ന് ചോദിച്ചാൽ അത് ട്രോപ്പോസ്ഫിയർ ആണ്. 50-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. മേഘം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടി, മിന്നൽ എന്നീ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയറിലാണ്. നമുക്ക് മേഘം കാണാൻ പറ്റൂല സുഹൃത്തുക്കളെ? കാണാം. മഴ നമുക്ക് അറിയാൻ പറ്റൂല സുഹൃത്തുക്കളെ? അറിയാൻ കഴിയും. മഞ്ഞ് നമുക്ക് അനുഭവിക്കാൻ കഴിയില്ലേ? കഴിയും. കാറ്റ് നമുക്ക് അറിയാൻ കഴിയില്ലേ? കഴിയും. ഇടിയും മിന്നലും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാവുന്ന എല്ലാം സംഭവിക്കുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. അപ്പോൾ ഈ പറഞ്ഞ മേഘം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടി, മിന്നൽ എന്നീ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ട്രോപ്പോസ്ഫിയറിലാണ്. 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യമാണ്. ഇമ്പോർട്ടൻസ് കൊടുക്കണേ സുഹൃത്തുക്കളെ. അതുപോലെ തന്നെയാണ് ട്രോപ്പോസ്ഫിയറിലൂടെയുള്ള വായുപ്രവാഹം അറിയപ്പെടുന്ന പേരാണ് ജെറ്റ് പ്രവാഹം. ഒരുപാട് തവണ PSC ചോദിച്ച ചോദ്യമാണ്. ട്രോപ്പോസ്ഫിയറിലൂടെയുള്ള വായുപ്രവാഹം അറിയപ്പെടുന്ന പേരാണ് ജെറ്റ്
ജെറ്റ് പ്രവാഹം. ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കളെ. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന പാളി എന്നറിയപ്പെടുന്നത് ആരാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ഏറ്റവും താഴ്ന്ന പാളി എന്നറിയപ്പെടുന്നത് ട്രോപ്പോസ്ഫിയർ ആണ്. നാം അധിവസിക്കുന്ന ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ട്രോപ്പോസ്ഫിയറിൽ. ഭൂമിയുടെ പ്രതലത്തോട് ഏറ്റവും ചേർന്ന് കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ. ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്നത് ട്രോപ്പോസ്ഫിയർ. മേഘം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടി, മിന്നൽ എന്നീ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയറിലൂടെയുള്ള വായുപ്രവാഹം അറിയപ്പെടുന്ന പേരാണ് ജെറ്റ് പ്രവാഹം. എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ജെറ്റ് പ്രവാഹം. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് PSC ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തത്, 100-ൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളുമാണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. അല്പം ഇമ്പോർട്ടന്റ് ഉള്ള പോയിന്റ് ആണ് ഈ പറയാൻ പോകുന്നത്. പ്രത്യേകിച്ച് LD LGS ലെവല് ഏതൊരു ചോദ്യം എടുത്താലും ഇതിൽ ഏതെങ്കിലും ഒക്കെ ഒരെണ്ണം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സമയം കളയണ്ട, പഠിക്കാം. കേരളത്തിലെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന പ്രദേശവും. ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടും പാറ. നമ്മുടെ സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാമ്പാടും പാറ. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രമാണെങ്കിൽ അത് മയിലാടും പാറ. എന്താണ്? മയിലാടും പാറ. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രത്തിലെ പക്ഷിയാണ് മയിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം എവിടെയാണ്? മയിലാടും പാറ. അതുപോലെ തന്നെ ഏലം കാട്ടിലാണ് പാമ്പും മയിലും കൂടുതലായി കാണപ്പെടുന്നത് എന്ന് പഠിക്കുക. ഏലം കാട്ടിലാണ് പാമ്പും മയിലും കൂടുതലായി കാണപ്പെടുന്നതെന്ന് പഠിക്കുക. ഇതിൽ കേരള ഏലം ഗവേഷണ കേന്ദ്രം എവിടെയെന്ന്, അല്ലെങ്കിൽ സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചാൽ അത് പാമ്പാട്ടും പാറ. അത് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി സെൻട്രൽ കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മയിലാടും പാറയിലാണ്. കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം, അതുപോലെ തന്നെ മാടക്കത്തറ, തൃശ്ശൂര്. കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? മലപ്പുറം ജില്ല. അതുപോലെ തന്നെ മാടക്കത്തറ എവിടെയാണ്? തൃശ്ശൂർ ജില്ല. അപ്പൊ കശുവണ്ടി ഗവേഷണ കേന്ദ്രം പ്രധാനമായിട്ട് എവിടെയാണ്? ആനക്കയം, മലപ്പുറം. അതുപോലെ മാടക്കത്തറ, തൃശ്ശൂർ ജില്ലയാണ്. പഠിച്ചു വെക്കുക. ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയല്. ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അമ്പലവയൽ, വയനാട്. സുഹൃത്തുക്കളെ, ഇഞ്ചി കൂടുതലായി വയലിൽ ഉണ്ടാകുന്നു എന്നങ്ങ് പഠിച്ചു വെക്കുക കേട്ടോ. പഠിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇഞ്ചി കൂടുതൽ എവിടെയാ ഉണ്ടാകുന്നത്? വയലിലാണെന്നങ്ങ് പഠിച്ചു വെക്കുക. അപ്പോ അമ്പലവയലും കിട്ടും, വയനാട് ജില്ലയും നമുക്ക് ആ ഒരു ഒറ്റ കോഡിൽ നിന്ന് കിട്ടും. ഇഞ്ചി കൂടുതൽ ഉണ്ടാകുന്നത് എവിടെയാണ്? വയലിലാണെന്നങ്ങ് പഠിച്ചു വെക്കുക. അപ്പോ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയൽ, അത് വയനാട് ജില്ലയിലാണ്. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി, എറണാകുളം ജില്ല. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി, എറണാകുളം ജില്ല. പുൽത്തൈലം നമ്മൾ എന്തിനാ സുഹൃത്തുക്കളെ ഉപയോഗിക്കുന്നത്? അങ്ങ് പഠിച്ചു വെക്കണേ. ജസ്റ്റ് പഠിക്കാൻ വേണ്ടി മാത്രം പറയുവാണ്. നമ്മുടെ കാലൊക്കെ ഒടിയുമ്പോഴല്ലേ സുഹൃത്തുക്കളെ നമ്മൾ പുൽത്തൈലം തേക്കുന്നതെന്ന് പഠിക്കുക. എന്താണ് തൈലം തേക്കുന്നത്? എപ്പോഴായിരിക്കും? നമ്മുടെ കാലിന് ഒടിവോ ചതവോ ഒക്കെ വരുമ്പോഴാണ് നമ്മൾ പ്രധാനമായിട്ടും തൈലം തേക്കുന്നത്. അപ്പോ പുൽത്തൈല ഗവേഷണ കേന്ദ്രം ചോദിച്ചാൽ അത് ആ കിടക്കുന്നു ഓടക്കാലി. ഒടിഞ്ഞ കാലാണെന്ന് അങ്ങ് പഠിച്ചു വെച്ചിരുന്നാൽ. പുൽത്തൈല ഗവേഷണ കേന്ദ്രം എവിടെയാ സുഹൃത്തുക്കളെ? ഓടക്കാലി, എറണാകുളം ജില്ല. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി, എറണാകുളം ജില്ല. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, തൃശ്ശൂർ ജില്ല. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, തൃശ്ശൂർ ജില്ല. ഏത്തവാഴയ്ക്ക് കന്നുണ്ടെന്നങ്ങ് പഠിച്ചു വെച്ചാൽ കേട്ടോ. ഏത്തവാഴയ്ക്ക് കന്നുണ്ട് എന്നങ്ങ് പഠിക്കുക. ഏത്തവാഴയ്ക്ക് കന്നുണ്ടെന്നങ്ങ് പഠിക്കുക. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, തൃശ്ശൂർ ജില്ല. കരിമ്പ് ഗവേഷണ കേന്ദ്രം മേനോൻ പാറയും തിരുവല്ലയും. കരിമ്പ് ഗവേഷണ കേന്ദ്രം എവിടെയൊക്കെയാണ്? മേനോൻ പാറയും തിരുവല്ലയുമാണ്, മറക്കരുത്. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ. കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാ സുഹൃത്തുക്കളെ? പന്നിയൂരാണ്. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂരാണ്. കുരുമുളക് പന്നി തിന്നു എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. കുരുമുളക് എന്ത് ചെയ്തു? പന്നി തിന്നു എന്ന് ഓർത്ത് വെച്ചിരിക്കുക. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂര്. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം എവിടെയാണ്? വെള്ളാനിക്കര. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര. ചില കൈതച്ചക്കാൾ മുറിക്കുമ്പോൾ വെള്ള നിറമായിരിക്കും എന്നങ്ങ് ഓർത്ത് വെച്ചിരുന്നാൽ. കൈതച്ചക്ക മുറിക്കുമ്പോൾ വെള്ള നിറമാണെന്ന് ഓർത്ത്
വെച്ചിരിക്കുക. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര, തൃശൂർ ജില്ല. ഒന്നുകൂടി പറയുവാണ്, ശ്രദ്ധിച്ചിരിക്കുക. കേരള ഏലം ഗവേഷണ കേന്ദ്രം അല്ലെങ്കിൽ സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാമ്പാടുംപാറ, ഇടുക്കി ജില്ല. എന്നാൽ കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് മയിലാടുംപാറ. കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം, മലപ്പുറം അല്ലെങ്കിൽ മാടക്കത്തറ, തൃശൂർ. രണ്ടിടത്തും ഉണ്ട് കേട്ടോ. ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ, വയനാട്. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി, എറണാകുളം. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, തൃശൂർ ജില്ല. കരിമ്പ് ഗവേഷണ കേന്ദ്രം 2 സ്ഥലങ്ങളിൽ, മേനോൻപാറയും അതുപോലെ തിരുവല്ലയിലും. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂര്, അതെവിടെയാണ്, കണ്ണൂർ. അതുപോലെ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര, തൃശൂർ ജില്ല. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര, തൃശൂർ ജില്ല. അടുത്തതായി PSC 100-ൽ കൂടുതൽ തവണ റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കേരളത്തിലെ നെല്ലു ഗവേഷണ കേന്ദ്രങ്ങൾ. സ്ഥിരം PSCയുടെ ചോദ്യമാണ്. നമുക്കൊന്ന് നോക്കാം. വയറ്റില, കായംകുളം, പട്ടാമ്പി, മങ്കൊമ്പ്. ഏതൊക്കെയാണ് കേരളത്തിലെ പ്രധാന നെല്ലു ഗവേഷണ കേന്ദ്രങ്ങൾ? വയറ്റില, കായംകുളം, പട്ടാമ്പി, മങ്കൊമ്പ്. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു കോഡ് നമ്മളോട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പട്ടക്കൊമ്പിലെ കായ വൈറ്റ് റൈസ് ആയി എന്നങ്ങ് പഠിക്കുക. പട്ടക്കൊമ്പിലെ കായ വൈറ്റ് റൈസ് ആയി എന്നങ്ങ് പഠിക്കുക. പട്ട എന്ന് വെച്ചാൽ എന്താണ്? പട്ടുപോയത് അല്ലെങ്കിൽ നശിച്ചുപോയ കൊമ്പിലെ കായ വൈറ്റ് റൈസ് ആയി എന്നങ്ങ് പഠിക്കുക. പട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടാമ്പി, കൊമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മങ്കൊമ്പ്, കായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായംകുളം, വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ്റില, റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെല്ലിനെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പട്ടക്കൊമ്പിലെ കായ വൈറ്റ് റൈസ് ആയി എന്നങ്ങ് പഠിക്കുക. അതിൽ പട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടാമ്പി, കൊമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്കൊമ്പ്, കായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായംകുളം, വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ്റില, റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെല്ലിനെ ഉദ്ദേശിക്കുന്നു. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നമ്മുടെ RBI ആണ് കേട്ടോ. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് RBI അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു. സർക്കാരിന്റെ ബാങ്ക് എന്നറിയപ്പെടുന്നതും അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നതും നോട്ട് അച്ചടിച്ചിറക്കുന്നതും വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നതും ഒരേ ഒരാളാണ്. അത് നമ്മുടെ RBI ആണ്. മറക്കരുത്. RBIയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്തൊക്കെയാ പറഞ്ഞത്? ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു, സർക്കാരിന്റെ ബാങ്ക് എന്നറിയപ്പെടുന്നു, അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നു, നോട്ട് അച്ചടിച്ചിറക്കുന്നത് വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നതും നമ്മുടെ RBI ആണ്. RBI ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം 1935 ഏപ്രിൽ 1. RBI ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം 1935 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ്. ഒന്നുകൂടി പറയുവാണേ, RBI ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം 1935 ഏപ്രിൽ മാസം 1-ാം തീയതി. RBIയുടെ രൂപീകരണത്തിന് കാരണമായ കമ്മീഷൻ ഹിൽട്ടൺ യങ് കമ്മീഷൻ. RBIയുടെ രൂപീകരണത്തിന് കാരണമായ കമ്മീഷൻ ഹിൽട്ടൺ യങ് കമ്മീഷൻ. 50-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവയാണ്. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള മൃഗം ചോദിച്ചു കഴിഞ്ഞാൽ അത് കടുവയും, റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണപ്പനയുമാണ്. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള മൃഗം ചോദിച്ചു കഴിഞ്ഞാൽ കടുവയും, റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് എണ്ണപ്പനയുമാണ്. RBIയുടെ ആദ്യത്തെ ആസ്ഥാനം കൊൽക്കത്തയിലായിരുന്നു. RBIയുടെ ആദ്യത്തെ ആസ്ഥാനം കൊൽക്കത്തയിലായിരുന്നു. ഇപ്പോഴെവിടെയാ സുഹൃത്തുക്കളെ നമ്മുടെ RBI സ്ഥിതി ചെയ്യുന്നത്? യെസ്, നമ്മുടെ മുംബൈയിലെ നരിമാൻ പോയിന്റിലാണ് ഇപ്പോൾ RBI സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? മുംബൈയിലെ നരിമാൻ പോയിന്റിലാണ് ഇപ്പോൾ RBI സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർത്തു വെച്ചിരിക്കുക. അതുപോലെ തന്നെ RBIയുടെ ആദ്യത്തെ ഗവർണർ ഒരു ഇംഗ്ലീഷുകാരനായിരുന്നു, സർ ഓസ്ബോൺ സ്മിത്ത്. മറക്കരുത്, RBIയുടെ ആദ്യത്തെ ഗവർണർ ഒരു ഇംഗ്ലീഷുകാരനായിട്ടുള്ള സർ ഓസ്ബോൺ സ്മിത്ത് ആയിരുന്നു. RBIയുടെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ആയിരുന്നു CD ദേശ്മുഖ്. ദേശത്തിനോട് സ്നേഹമുള്ള പേരായോണ്ട് പഠിച്ചു വെക്കുക. RBIയുടെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണറിന് ദേശത്തോട് സ്നേഹമുള്ള പേരായിരുന്നു CD ദേശ്മുഖ്. മറക്കരുത്, RBIയുടെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണറിന് ദേശത്തിനോട് സ്നേഹമുള്ളത് കൊണ്ട് പുള്ളിക്കാരന്റെ പേര് CD ദേശ്മുഖ് എന്നാണ്. RBIയുടെ ഇപ്പോഴത്തെ ഗവർണർ പഠിച്ചു വെക്കുക. 25ാമത്തെ ഗവർണറാണ് ഇപ്പോൾ RBIയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് ശക്തികാന്ത ദാസ്. എന്താ അദ്ദേഹത്തിന്റെ പേര്? ശക്തികാന്ത ദാസ്. അപ്പോ RBIയുടെ ഗവർണർ എന്ന് പറയുന്നത് ശക്തനാണ്, പണം കാന്തം പോലെ പിടിച്ചെടുക്കാൻ കഴിവുള്ള ആളാണ്. അതുകൊണ്ട് പേരെന്താണ്? ശക്തികാന്ത ദാസ് എന്നാണ്. ഒന്നുകൂടി പറയാം, RBIയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരെന്ന് ചോദിച്ചാല് ശക്തികാന്ത ദാസ് ആണ്. ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭു. ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി ആരാണ്?
മൗണ്ട് ബാറ്റൻ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിക്കുക, സ്വതന്ത്ര ഇന്ത്യക്കൊപ്പം പാകിസ്ഥാൻ എന്ന രാഷ്ട്രം രൂപീകരിക്കുക എന്ന ആശയങ്ങൾ അവതരിപ്പിച്ച വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ മൗണ്ട് ബാറ്റൻ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയ വ്യക്തി ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിക്കുക എന്നും സ്വതന്ത്ര ഇന്ത്യക്കൊപ്പം പാകിസ്ഥാൻ എന്നൊരു രാഷ്ട്രം രൂപീകരിക്കുക എന്നുള്ള ആശയവും അവതരിപ്പിച്ച വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അത് മൗണ്ട് ബാറ്റൻ പ്രഭു ആണ്. ഒന്നുകൂടി പറയുവാണ്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൻ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിക്കുക എന്നും അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യക്കൊപ്പം പാകിസ്ഥാൻ എന്ന രാഷ്ട്രം രൂപീകരിക്കുക എന്ന ആശയം അവതരിപ്പിച്ച വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അത് മൗണ്ട് ബാറ്റൻ ആയിരുന്നു. ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയ സമയത്തെ വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ മൗണ്ട് ബാറ്റൻ പ്രഭു. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയ സമയത്തുള്ള വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അത് മൗണ്ട് ബാറ്റൻ പ്രഭു ആയിരുന്നു. ഇന്ത്യയെ വിഭജിക്കുവാൻ തീരുമാനിച്ച പദ്ധതിയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി. മറക്കരുത്, ഇന്ത്യയെ വിഭജിക്കുവാൻ വേണ്ടി തീരുമാനിച്ച പദ്ധതി ഏതാണ്? മൗണ്ട് ബാറ്റൻ പദ്ധതി. പഠിക്കുക, ഇന്ത്യയെ വിഭജിക്കുവാൻ വേണ്ടി തീരുമാനിച്ച പദ്ധതിയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി. അയർലൻഡിൽ വെച്ച് 1979 ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭു. അയർലൻഡിൽ വെച്ച് 1979 ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട വൈസ്രോയി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൗണ്ട് ബാറ്റൻ പ്രഭു ആണ്. ബാൽക്കൻ പദ്ധതി എന്നും ജൂൺ 3 പദ്ധതി എന്നും ഡിക്കി ബേർഡ് പദ്ധതിയും എന്നറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൻ പദ്ധതി. 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. ബാൽക്കൻ പദ്ധതി എന്നും ജൂൺ 3 പദ്ധതി എന്നും ഡിക്കി ബേർഡ് പദ്ധതി എന്നും അറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൻ പദ്ധതിയാണ്. ഒന്നുകൂടി പറയുവാണ്, ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി എന്നറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൻ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ മൗണ്ട് ബാറ്റൻ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ വിഭജിക്കുക, സ്വതന്ത്ര ഇന്ത്യക്കൊപ്പം പാകിസ്ഥാൻ എന്നൊരു രാഷ്ട്രം കൂടി രൂപീകരിക്കുക എന്ന ആശയം അവതരിപ്പിച്ച വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭു. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കുന്ന സമയത്ത് വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭു. ഇന്ത്യയെ വിഭജിക്കുവാൻ തീരുമാനിച്ച പദ്ധതിയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി. അയർലൻഡിൽ വെച്ച് 1979 ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭു. ബാൽക്കൻ പദ്ധതി എന്നും ജൂൺ 3 പദ്ധതി എന്നും ഡിക്കി ബേർഡ് പദ്ധതി എന്നും അറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൻ പദ്ധതിയാണ്. ഇത്രയും വ്യക്തമായി സുഹൃത്തുക്കൾ ഈ ഭാഗത്ത് നിന്ന് പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് ലോക ആരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാ സുഹൃത്തുക്കളെ? WHO ആസ്ഥാനം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ആസ്ഥാനം ജനീവയാണ്. എവിടെയാണ്? ജനീവയാണ്. ലോക ബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും വാഷിംഗ്ടൺ DC-യിലാണ്. ലോക ബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വാഷിംഗ്ടൺ DC-യിലാണ്. സുഹൃത്തുക്കൾ ഡൗട്ട് അടിക്കേണ്ട, ഈസി ആയിട്ട് പഠിക്കാൻ ഒരു ഐഡിയ പറഞ്ഞു തരാം. സുഹൃത്തുക്കളെ, ലോക ബാങ്കിൽ വരുന്ന നാണയങ്ങളെല്ലാം അവർ വാഷ് ചെയ്തതിന് മാത്രമേ എടുക്കുള്ളൂ എന്നങ്ങ് പഠിക്കുക. ലോക ബാങ്കിൽ വരുന്ന നാണയങ്ങളെല്ലാം അവർ വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ എടുക്കുള്ളൂ എന്നങ്ങ് പഠിക്കുക. അപ്പോൾ ലോക ബാങ്കും അന്താരാഷ്ട്ര നാണയനിധി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വാഷിംഗ്ടണിലാണ്. പഠിക്കാനുള്ള കോഡ് എങ്ങനെയായിരുന്നു? ലോക ബാങ്കിൽ വരുന്ന നാണയങ്ങൾ അത്രയും വാഷ് ചെയ്തതിനും ശേഷം മാത്രമേ അവർ എടുക്കുള്ളൂ എന്ന് പഠിക്കുക. ലോക ബാങ്കും അന്താരാഷ്ട്ര നാണയനിധി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വാഷിംഗ്ടൺ DC-യിലാണ്. UN-ന്റെ ആസ്ഥാനം, യുനിസെഫിന്റെ ആസ്ഥാനം, യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ആസ്ഥാനം ന്യൂയോർക്കിലാണ്. UN-ന്റെ ആസ്ഥാനം ന്യൂയോർക്കാണ്. യുനിസെഫിന്റെ ആസ്ഥാനം ചോദിച്ചാൽ ന്യൂയോർക്കാണ്. അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അതും എന്താണ്? ന്യൂയോർക്കിലാണ്. പഠിക്കുക. ലോകാരോഗ്യ സംഘടന, ലോക കാലാവസ്ഥാ സംഘടന, ലോക വ്യാപാര സംഘടന, ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ സംഘടന എന്നിവ ജനീവയിലാണ്. എന്തൊക്കെയാണ്? ലോക ആരോഗ്യ സംഘടന, ലോക കാലാവസ്ഥാ സംഘടന, ലോക വ്യാപാര സംഘടന, ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ്. ഇത് പഠിക്കാനായിട്ട് ജസ്റ്റ് ഒരു കോഡ് പറഞ്ഞുതരാം. ഇത്രയേ ഉള്ളൂ. ഒരു മനുഷ്യൻ ജനിക്കുന്നു എന്ന് കരുതുക. അതാ ഒരു മനുഷ്യൻ ജനിക്കുന്നു എന്ന് കരുതുക. ആ മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് കാണും? ആരോഗ്യം കാണും, അല്ലേ? പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം മൂലം അവന്റെ ആരോഗ്യം എന്ത് ചെയ്യും? കുറയും. ആരോഗ്യം കുറയുന്നത് കൊണ്ട് എന്ത് ചെയ്യും? മരുന്ന് വ്യാപാരം എന്ത് ചെയ്യും? കൂടുകയും ചെയ്യും. മരുന്ന് വ്യാപാരം എന്ത് ചെയ്യും? കൂടുകയും ചെയ്യും. ഇങ്ങനെ അങ്ങ് പഠിച്ചു വെക്കുക. മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ജനിക്കുന്ന മനുഷ്യന് നല്ല ആരോഗ്യം ഉണ്ടായിരിക്കും. പക്ഷെ കാലാവസ്ഥയിലുള്ള വ്യതിയാനം കാരണം ആ മനുഷ്യന്റെ ആരോഗ്യം കുറഞ്ഞു വരികയും അതോടുകൂടി മരുന്നുകളുടെ വ്യാപാരം എന്ത് ചെയ്യും? കൂടുകയും ചെയ്യുമെന്നങ്ങ് പഠിച്ചു വെക്കുക. അപ്പൊ ലോക ആരോഗ്യ സംഘടനയും ലോക കാലാവസ്ഥാ സംഘടനയും ലോക വ്യാപാര സംഘടനയും ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷന്റെയും ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ജനീവയാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഹേഗാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി എവിടെയാണ്? ഹേഗാണ്. ഇപ്പോഴങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ഹേഗാണ്. UNEP-യുടെ ആസ്ഥാനം നെയ്റോബി.
കെനിയയിലാണ്. UNEP-യുടെ ആസ്ഥാനം എവിടെയാണ്? നെയ്റോബി, കെനിയ. UNEP-യുടെ ആസ്ഥാനം എവിടെയാണ്? നെയ്റോബി, കെനിയയിലാണ്. UNEP-യുടെ ആസ്ഥാനം എവിടെയാ സുഹൃത്തുക്കളെ? നെയ്റോബി, കെനിയയിലാണ്. പഠിച്ചു വെച്ചിരിക്കുക. ഇത്രയും ഭാഗങ്ങൾ ഈ ഭാഗത്ത് നിന്ന് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. ലോകത്തിലെ ഏറ്റവും ആഴമേറിയ സമുദ്രഭാഗം എന്നറിയപ്പെടുന്നത് ചലഞ്ചർ ഗർത്തമാണ്. പഠിക്കുക. ലോകത്തിലെ ഏറ്റവും ആഴമേറിയ സമുദ്രഭാഗം എന്നറിയപ്പെടുന്നത് ചലഞ്ചർ ഗർത്തമാണ്. ചലഞ്ചർ ഗർത്തം സ്ഥിതി ചെയ്യുന്നത് പസഫിക് മഹാസമുദ്രത്തിലാണ്. ചലഞ്ചർ ഗർത്തം എവിടെയാ സുഹൃത്തുക്കളെ സ്ഥിതി ചെയ്യുന്നത്? പസഫിക് മഹാസമുദ്രത്തിലാണ്. പ്യൂട്ടോറിക്കോ ട്രെഞ്ച്, അറ്റ്ലാന്റിക് സമുദ്രം. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം അറിയപ്പെടുന്ന പേരാണ് പ്യൂട്ടോറിക്കോ ട്രെഞ്ച്. വാർട്ടൺ ഗർത്തം. എന്താ പറഞ്ഞത്? വാർട്ടൺ ഗർത്തം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം അറിയപ്പെടുന്ന പേരാണ് വാർട്ടൺ ഗർത്തം. എന്ത് പേരാ അറിയപ്പെടുന്നത്? വാർട്ടൺ ഗർത്തം. അടുത്തതാണ് സൗത്ത് സാൻഡ്വിച്ച് ഗർത്തം. അന്റാർട്ടിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശമാണ് സൗത്ത് സാൻഡ്വിച്ച് ഗർത്തം എന്ന് പറയുന്നത്. ആർട്ടിക് ബേസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശം അറിയപ്പെടുന്ന പേരാണ് ആർട്ടിക് ബേസൻ എന്ന് പറയുന്നത്. എന്താണ് ആർട്ടിക് ബേസൻ എന്ന് പറയുന്നത്? ഇതിൽ ആർട്ടിക് ബേസൻ മാത്രം നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. കാരണം എന്താണ്? അതിനകത്ത് തന്നെ ആ സമുദ്രവുമുണ്ട്. അതുകൊണ്ട് ആർട്ടിക് ബേസൻ എന്ന് പറയുന്നത് എവിടെയാണ്? ആർട്ടിക് സമുദ്രത്തിലാണെന്ന് നമുക്ക് പഠിച്ചു വയ്ക്കാം. ബാക്കിയുള്ളതെല്ലാം നമ്മളൊരു സിമ്പിൾ കോഡിലൂടെ അങ്ങ് പഠിക്കാൻ പോവുകയാണ്. വേറെ ഒന്നുമില്ല കോഡ്. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. CP സാവിയുടെ പ്ലൂട്ടോ ആറ്റിൽ വീണു എന്നങ്ങ് പഠിക്കുക. CP സാവിയുടെ പ്ലൂട്ടോ ആറ്റിൽ വീണു എന്നങ്ങ് പഠിക്കുക. ഇതിൽ CPയിലെ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലഞ്ചർ ഗർത്തം, P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പസഫിക് മഹാസമുദ്രം. അപ്പോൾ പസഫിക് മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയതാണ് ചലഞ്ചർ ഗർത്തം. SA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് സാൻഡ്വിച്ച് ഗർത്തം. അത് അന്റാർട്ടിക് സമുദ്രത്തിലാണ്. സൗത്ത് സാൻഡ്വിച്ച് ഗർത്തം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അന്റാർട്ടിക് സമുദ്രത്തിലാണ്. VI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാർട്ടൺ ഗർത്തം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. വാർട്ടൺ ഗർത്തം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. ഈ ക്വസ്റ്റ്യൻ ആയിരുന്നു കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിരുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശം അറിയപ്പെടുന്ന പേരെന്താണ്? വാർട്ടൺ ഗർത്തം. പ്ലൂട്ടോ ആറ്റിൽ വീണു എന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടും പ്ലൂട്ടോറിക്കോ ട്രെഞ്ച്, അറ്റ്ലാന്റിക് സമുദ്രം. പ്ലൂട്ടോറിക്കോ ട്രെഞ്ച്, അറ്റ്ലാന്റിക് സമുദ്രം. ഒന്നുകൂടി കോഡ് പറയുവാണ്, ശ്രദ്ധിച്ചിരിക്കുക. CP സാവിയുടെ പ്ലൂട്ടോ ആറ്റിൽ വീണു. CPയിലെ C എന്ന് വെച്ച് കഴിഞ്ഞാൽ ചലഞ്ചർ ഗർത്തം. അത് സ്ഥിതി ചെയ്യുന്നത് P പസഫിക് മഹാസമുദ്രത്തില്. SA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് സാൻഡ്വിച്ച് ഗർത്തം. അത് സ്ഥിതി ചെയ്യുന്നത് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്റാർട്ടിക് സമുദ്രത്തിലാണ്. ഇനി VIയിലെ V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർട്ടൺ ഗർത്തം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തില്. പ്ലൂട്ടോ ആറ്റിൽ വീണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂട്ടോറിക്കോ ട്രെഞ്ച്. അത് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ഈ ഭാഗം പഠിച്ചു വെച്ചിരുന്ന സുഹൃത്തുക്കൾക്ക് 1 മാർക്ക് പക്ക പ്രതീക്ഷിക്കാം. ഇത്രയുമായിരുന്നു നമ്മുടെ ഇന്നത്തെ ക്ലാസ്സില് നമ്മൾ ചർച്ച ചെയ്തത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതിനോടൊപ്പം തന്നെ നമ്മളുടെ 10K ഫാമിലിയിലേക്ക് എത്താൻ വേണ്ടി സഹായിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും മനസ്സ് നിറഞ്ഞൊരു നന്ദി അറിയിപ്പിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ പിന്നെയും സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക. അതിനുവേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കൾ. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിലെത്തുന്നതാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.